മുഖ്യപ്രതി ഇടുക്കി സ്വദേശി അനന്തു കൃഷ്ണനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുക വഴി തട്ടിപ്പിന്റെ സമഗ്ര വിവരങ്ങൾ ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. NGO കോൺഫെഡറേഷൻ ചെയർമാനായിരുന്ന KN ആനന്ദകുമാറിന് എല്ലാ മാസവും ലക്ഷങ്ങൾ നൽകിയിരുന്നെന്നാണ് അനന്തുവിന്റെ മൊഴി. 1.5 കോടിയോളം രൂപ ഇതുവരെ കൈമാറി. കഴിഞ്ഞ ജൂണിൽ സ്കൂട്ടർ വിതരണവുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ ആനന്ദകുമാറുമായി തെറ്റിയെന്നും പറയുന്നു. എന്നാൽ ഈ വിഷയത്തിൽ ആനന്ദകുമാർ കൂടുതൽ പ്രതികരണത്തിന് തയ്യാറായില്ല. ട്രസ്റ്റിലേക്ക് സംഭാവനയായി വന്ന പണമാണെന്നാണ് ആനന്ദകുമാറുമായി ബന്ധപ്പെട്ടവരുടെ വിശദീകരണം. മൂവാറ്റുപുഴ കേസിൽ നിലവിൽ ആനന്ദകുമാർ പ്രതിയല്ലെങ്കിലും കണ്ണൂരിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ 2ാം പ്രതിയാണ്. കേന്ദ്ര പദ്ധതികളിൽ നിന്നും പണം തട്ടാനാണ് അനന്തു കൃഷ്ണൻ ആദ്യം ശ്രമിച്ചതെന്നും അന്വേഷണ സംഘത്തിന് ബോധ്യമായി. വലിയ തുക ഗ്രാന്റ് കിട്ടുന്ന പദ്ധതികളാണ് അനന്തു തട്ടാൻ നോക്കിയത്. തയ്യൽ യൂണിറ്റുകൾ തുടങ്ങി സബ്സിഡി പണം തട്ടാനായിരുന്നു ആദ്യം പദ്ധതി. ഇതിനായി പകുതി വിലയ്ക്ക് തയ്യൽ മെഷീനുകൾ വിതരണം ചെയ്തു. കേന്ദ്രം പദ്ധതി അവസാനിപ്പിച്ചതോടെ വെട്ടിലായി. പിന്നീടാണ് CSR ഫണ്ട് കിട്ടുമെന്ന് പറഞ്ഞ് പാതി വിലയ്ക്ക് സ്കൂട്ടർ വിതരണം ആരംഭിച്ചതെന്നും അന്വേഷണ സംഘം പറയുന്നു. തട്ടിപ്പിൽ ഇതുവരെ 15 കേസുകളാണ് എറണാകുളം റൂറലിൽ രജിസ്റ്റർ ചെയ്തതെന്ന് SP വൈഭവ് സക്സേന. കുറേ പരാതി ഡയറക്റ്റ് കിട്ടിയിട്ടുണ്ടോ, കുറേ പരാതി NGO വഴി കിട്ടിയിട്ടുണ്ടോ. സോ അതിനകത്ത് ഇതുവരെ ഏകദേശം 15 FIR രജിസ്റ്റർ ആയിരുന്നു. സോ ഏകദേശം അറൗണ്ട് 200 ആൾക്കാരിൻ്റെ പരാതി ഈ 15 FIRൽ തന്നെ ഉണ്ട്. 200 കമ്പനികളെയാണ് CSR ഫണ്ടിനായി അനന്തുവിന്റെ നേതൃത്വത്തിൽ സമീപിച്ചത്. പക്ഷേ 1 രൂപ പോലും CSR ഫണ്ടായി അനന്തുവിന് കിട്ടിയില്ല. പ്രതീക്ഷിച്ച CSR ഫണ്ട് കിട്ടില്ലെന്ന് ബോധ്യമായ ഘട്ടത്തിലും പണം കിട്ടുമെന്ന് പറഞ്ഞത് ജനങ്ങളെ കബളിപ്പിക്കാനാണെന്നും ഇയാൾ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു. അതേസമയം പറവൂർ കേസിൽ അനന്തുവിനൊപ്പം ജനസേവാ സമിതി ട്രസ്റ്റ് ഭാരവാഹികളായ ഡോക്ടർ മധു, മേരി എന്നിവരെയും പോലീസ് പ്രതി ചേർത്തു. സംഘടനയുടെ പറവൂർ ഓഫീസിൽ പോലീസ് റെയ്ഡ് നടത്തി നിരവധി രേഖകൾ പിടിച്ചെടുത്തു. കുന്നത്തനാട് സ്റ്റേഷനിലും അനന്തുവിനെതിരെ കേസെടുത്തു. മുംബൈ ആസ്ഥാനമായ വാരിയർ ഫൗണ്ടേഷൻ നൽകിയ പരാതിയിലാണ് FIR. അനന്തുവിനൊപ്പം തട്ടിപ്പിൽ ഉന്നത ബുദ്ധികേന്ദ്രങ്ങൾ കൂടി പ്രവർത്തിച്ചെന്ന നിഗമനത്തിലാണ് പോലീസ്. ഇവരെ ഒന്നൊന്നായി കണ്ടെത്തുന്നതിനൊപ്പം തട്ടിച്ച പണം പോയ വഴിയും അന്വേഷിക്കുകയാണ്. അക്കൗണ്ടുകളിലെ ഇടപാടുകൾ സസൂക്ഷ്മം നോക്കുന്നു. തട്ടിച്ച പണം കൈപ്പറ്റിയവരെല്ലാം പ്രതികളാകും. എസ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.